ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഏകദേശം 20 ക്ലാസ്സുകളിലൂടെ 10 അധ്യായങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് 11ാമത്തെ അധ്യായത്തിൽ എത്തി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിച്ചത്? സഭ എന്താണെന്ന് പഠിച്ചു, സഭയുടെ സവിശേഷതകൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു സഭയുടെ സവിശേഷതകൾ? സഭ പ്രവാചകജനമായി തീർന്നു, തീർത്ഥാടകയായ സഭ, പങ്കുവയ്ക്കുന്നവരുടെ സമൂഹം, ഇവയെല്ലാം പറ്റി നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ 11ാമത്തെ അധ്യായത്തിലെത്തി നിൽക്കുന്നു. എല്ലാവർക്കും 11ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അതിനു മുന്നേ ടീച്ചർ ഒരു കഥ പറയാം. ഒരു കുട്ടി, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി, അവൻ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈശോയെ സ്വീകരിക്കുന്നതിന് മുൻപ് നമസ്കാരങ്ങളൊക്കെ പഠിക്കണമല്ലോ. അവൻ പഠിക്കാൻ എല്ലാം വളരെ വേഗത്തിൽ പഠിക്കുകയാണ്. അവനെ സഹായിക്കാൻ അവൻ്റെ പാരൻസ് ഉണ്ട്, കസിൻസ് ഉണ്ട്, അധ്യാപകരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, വൈദികരുണ്ട്. അങ്ങനെ അവനെല്ലാം പഠിച്ച് അത് വൈദികനെ കേൾപ്പിക്കുന്നതിന് വേണ്ടി വൈദികൻ്റെ അടുത്ത് ചെന്നു. വൈദികൻ ചോദിക്കുന്ന എല്ലാത്തിനും അവൻ വളരെ വേഗത്തിലാണ് ഉത്തരങ്ങൾ പറയുന്നത്. വൈദികൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, സഭയുടെ ലക്ഷണങ്ങൾ ഏവ? എന്തൊക്കെയാണ് സഭയുടെ ലക്ഷണങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സഭയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. സഭ ഏകമാണ്, സഭ പരിശുദ്ധമാണ്, സഭ ശ്ലൈഹികമാണ്, സഭ സാർവത്രികമാണ്. ഇതേ ആൻസേഴ്സ് അവൻ വളരെ വേഗത്തിൽ പറഞ്ഞു. ഇവൻ്റെ വേഗതയൊക്കെ കണ്ടിട്ട് അച്ഛൻ ചോദിച്ചു, സഭ ഏകമാകുന്നത് എങ്ങനെയാണ്? സഭ ഏകമാകുന്നത് എങ്ങനെ? അതാണ് നമ്മൾ ഇന്ന് 11ാമത്തെ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. സഭ ഏകമാകുന്നു. ഈ അധ്യായത്തെ 2 ഭാഗങ്ങളാക്കാം. ആദ്യത്തെ ഭാഗത്തിൽ സഭ എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടു, സഭ വിശ്വാസികളുടെ കൂട്ടായ്മയാകുന്നത് എങ്ങനെ, ഈ കൂട്ടായ്മയിൽ നിലനിൽക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം. അപ്പോൾ നമുക്ക് നോക്കാം. സഭ എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടു? അച്ഛൻ ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളോട് ആവർത്തിക്കുകയാണ്. സഭ ഏകമാകുന്നത് എങ്ങനെയാണ് ഈ ഏകമായിരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ചുറ്റുപാടും ശ്രദ്ധിച്ചാൽ ഉറുമ്പുകളുടെ സഞ്ചാര രീതി നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഉറുമ്പുകൾ എങ്ങനെയാണ് സഞ്ചരിക്കുക? വളരെ കൃത്യതയോടെ, ഒന്നിനു പുറകെ ഒന്നായിട്ട്, വളരെ ഭംഗിയിലാണ് അവർ സഞ്ചരിക്കുക. അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം ഉണ്ടെങ്കിൽ അവരത് കറക്റ്റ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും, ഇല്ലേ? അതെങ്ങനെ എത്തിക്കുക? ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് അവരുടെ കൂട്ടിലേക്ക് അവരവരുടെ ഭക്ഷണ സാധനം, ഏതെങ്കിലും പഞ്ചസാര തരിയാവാം, ശർക്കരയുടെ ഒരു കഷ്ണമാകാം, അവരെത്തിക്കും. ആ ഉറുമ്പുകളിൽ ഒരാൾ ഇങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പോയില്ലേ? ആ പഞ്ചസാര തരി താഴെ പോയില്ലേ? അത് തന്നെയാണ് അവർ കൂട്ടായ്മയോടെ, ഏകത്വത്തിൽ അവർ വളരെ കൂട്ടത്തോടെയാണ് യാത്ര ചെയ്യുന്നത്. ഒരാളിങ്ങ് മാറി നിന്നാൽ തീർന്നു. ഇത് തന്നെയാണ് ഈശോ ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഏകമായിട്ട് നിൽക്കുക, ഒരു കൂട്ടത്തോടെ നിൽക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15ാം അധ്യായം 1-ാം വാക്യം, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. മുന്തിരിച്ചെടിയോട് ശാഖകൾ എങ്ങനെയാണോ ചേർന്ന് നിൽക്കുന്നത് അതുപോലെ ഈശോയോട് ചേർന്ന് നിൽക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി മനുഷ്യമക്കൾ, പല ഭാഗത്തായി ചിതറിക്കിടന്ന മനുഷ്യമക്കളെ ഈശോ തൻ്റെ സ്വന്തം ജീവൻ കൊടുത്ത് ഒരുമിച്ച് ഒരു കൂട്ടായ്മയാക്കി മാറ്റി. ഈശോ സ്ലീഹന്മാരുടെ അടിസ്ഥാനത്തിൽ സഭ സ്ഥാപിച്ചു. ഈശോ തൻ്റെ പുരോഹിത പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും എൻ്റെ പിതാവും എങ്ങനെയാണോ ഒന്നായിരിക്കുന്നത് അതുപോലെ തൻ്റെ ശിഷ്യന്മാരും ഒന്നാകണമെന്നാണ് ഈശോ ആഗ്രഹിച്ചത്. അതിനർത്ഥം തൻ്റെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും നാം ഓരോരുത്തരും ഐക്യപ്പെടണമെന്നാണ്. എങ്ങനെയാണ് ഐക്യപ്പെടേണ്ടത്? അതിനു വേണ്ടിയിട്ടാണ് ഈശോ സകല ജനപദങ്ങളെയും ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത്, സ്ലീഹന്മാരുടെ അടിസ്ഥാനത്തിൽ സഭ സ്ഥാപിച്ചത്. ഇതിനു വേണ്ടിയിട്ടാണ് ഈശോ സഭ സ്ഥാപിച്ചത്. ഇനി സഭ എങ്ങനെ വിശ്വാസികളുടെ കൂട്ടായ്മയായി മാറി? സ്ലീഹന്മാർ സുവിശേഷ പ്രഘോഷണം വഴി ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹം, ഒരു കൂട്ടായ്മയായിട്ട് മാറി. ഈ കൂട്ടായ്മയിൽ എങ്ങനെ അവർക്ക് ഉണ്ടായിരുന്ന ഒരു സവിശേഷതയായിരുന്നു പങ്കുവയ്പിലും പ്രാർത്ഥനയിലും അപ്പമുറിക്കലും അവർ ഒരുപോലെ ചിന്തിക്കുന്നവരായിരുന്നു. പങ്കുവയ്പിലും പ്രാർത്ഥനയിലും അപ്പമുറിക്കലിലും അവർ ഒരുപോലെ ചിന്തിക്കുന്നവരായിരുന്നു. അവരൊരു കൂട്ടായ്മയായിരുന്നു. ഈ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യകതയാണ്. ഈ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് പോകാൻ, കൂട്ടായ്മയ്ക്ക് ഗ്രീക്ക് ഭാഷയിൽ കൊയിനോനിയ എന്ന് പറയും. ഈ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് പോകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്? പ്രധാനമായും 3 കാര്യങ്ങളാണ് വേണ്ടത്. ആദ്യത്തേത് വിശ്വാസപരമായ ഐക്യം, രണ്ടാമത്തേത് കൂദാശകളിലുള്ള ഐക്യം, മൂന്നാമത്തേത് ശ്ലൈഹികമായ ഐക്യം. എന്താണ് വിശ്വാസപരമായ ഐക്യം? എന്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. അറിയാം, വിശ്വാസം അതല്ലേ എല്ലാം, അല്ലെ? എന്തിൻ്റെയും അടിസ്ഥാനം. ഒരു കുടുംബം എടുക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ അപ്പനുണ്ടാവും, അമ്മയുണ്ടാവും, മക്കളുണ്ടാവും. അവർ തമ്മിലൊരു പരസ്പര വിശ്വാസം ഇല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ? പരസ്പര വിശ്വാസം ഉണ്ടായാൽ ഏത് പ്രതിസന്ധിയിലും അവർ തളരാതെ തരണം ചെയ്യും, അല്ലേ? അപ്പോൾ എപ്പോഴും നമുക്കൊരു അടിസ്ഥാനമായി വേണ്ടത് വിശ്വാസമാണ്. സഭയും മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? അടിസ്ഥാനമായി
വിശ്വാസം വേണം. സഭാമക്കൾ എല്ലാവരും വിശ്വസിക്കുന്നത് ഏകദൈവത്തിലാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഏകദൈവത്തിലാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഈ ഏകദൈവം പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചുവെന്നും പുത്രൻ തൻ്റെ ജീവൻ കൊടുത്ത് മനുഷ്യമക്കളെ വീണ്ടെടുത്തു, പരിശുദ്ധാത്മാവ് വഴി അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നു. സഭയിലെ അംഗങ്ങളെല്ലാവരും, സഭാമക്കളെല്ലാവരും ഈ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ വിശ്വാസമാണ് എന്തിൻ്റെയും അടിസ്ഥാനമായിട്ട് വേണ്ടത്. വിശ്വാസം അടിസ്ഥാനമായിട്ട് വേണം. വിശ്വാസമില്ലെങ്കിൽ അവിടെ തീർന്നു. അപ്പോൾ വിശ്വാസം നമുക്ക് അടിസ്ഥാനമായിട്ട് കിട്ടാൻ നമ്മൾ ഏകദൈവത്തിൽ വിശ്വസിക്കുക, ഈശോയെ ആരാധിക്കാം. ഓക്കെ, അങ്ങനെ സഭാമക്കളെല്ലാവരും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് മാറി. സഭയ്ക്ക് അടിസ്ഥാനപരമായി വിശ്വാസം വേണം. സഭാമക്കളെല്ലാവരും ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്ന കൂട്ടായ്മയായിട്ട് മാറി. ഇനി രണ്ടാമത്തേത് കൂദാശകളിലുള്ള ഐക്യം. കൂദാശകളിലുള്ള ഐക്യം നമ്മുടെ സഭയെ മറ്റുള്ള ചെറിയ സഭകളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നത് കൂദാശകളിലുള്ള ഐക്യമാണ്. കൂദാശകൾ സഭയ്ക്ക് ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. ഏതൊക്കെയാണ് കൂദാശകൾ? മാമുദീസ, സ്ഥൈലേപനം, വിശുദ്ധ കുർബാന, കുമ്പസാരം, രോഗിലേപനം, തിരുപ്പട്ടം, വിവാഹം. അല്ലേ? 7 കൂദാശകൾ സഭ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ കൂദാശകൾ പ്രധാനമായും 2 കൂദാശകളാണ് സഭയിൽ ഐക്യത്തോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഏതൊക്കെയാണ് ആ കൂദാശകൾ? മാമുദീസയും വിശുദ്ധ കുർബാനയും. മാമുദീസ വഴി എല്ലാ മനുഷ്യരും സഭയിലെ അംഗങ്ങളായിട്ട് മാറുന്നു. പിന്നീട് സ്ഥൈലേപനം വഴി ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ പൂരിതനാകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന വഴിയാണ് നമ്മൾ ഏക മക്കളായിത്തീരുന്നത്. എങ്ങനെയാണ് വിശുദ്ധ കുർബാന വഴി നമ്മൾ ഏക മക്കളായിത്തീരുന്നത്? വിശുദ്ധ കുർബാനയിൽ ഇപ്പം നിങ്ങളൊരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പലയിടത്തു നിന്നും വന്ന, പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന പല മക്കളാണ് ഒരു വിശുദ്ധ കുർബാനയിൽ എത്തിച്ചേരുന്നത്. അവിടെ ഈശോയുടെ ശരീരവും രക്തവും വിഭജിക്കുമ്പോൾ ഒരേ അപ്പത്തിൽ നിന്നാണ് അവർ ഭക്ഷിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഒരേ ആത്മീയ പാനം കുടിക്കുകയും ഒരേ ആത്മീയ ഭക്ഷണം ഭക്ഷിക്കുകയും ഒരേ ജീവനിൽ പങ്കുകാരാക്കുകയും ചെയ്യുന്നവരുടെ സമൂഹമാണ് സഭ. അങ്ങനെ ഈശോയുടെ ശരീരവും രക്തവും ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ദൈവമക്കളായിട്ട് തീരുന്നു. ഒരു ഐക്യത്തിൽ നിലനിൽക്കുന്നു. അതാണ് കൂദാശകളിലുള്ള ഐക്യം. അപ്പോൾ മാമുദിസ വഴി സഭാമക്കൾ സഭയിൽ അംഗങ്ങളായിത്തീരുന്നു. വിശുദ്ധ കുർബാന വഴി ഐക്യപ്പെടുന്നു. പിന്നെ കുമ്പസാരം നമ്മൾ എപ്പോഴെങ്കിലും ഇതിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ തിരിച്ചു വരാൻ വേണ്ടി സഭ പ്രദാനം ചെയ്യുന്ന ഒരു കൂദാശയാണ് കുമ്പസാരം. എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് കൈവിട്ട് പോവുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ കുമ്പസാരം നമ്മെ സഹായിക്കുന്നു. അതുപോലെ ഓരോ കൂദാശയും അതിൻ്റേതായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു. ഇനി മൂന്നാമത്തേത് ഏതാ? ശ്ലൈഹികമായ ഐക്യം. എന്തിനും ഒരു പാരമ്പര്യം വേണം. നിങ്ങൾ ഗോൾഡിൻ്റെ പരസ്യങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം. സിൻസ് 1969 1969 മുതലുള്ള സ്ഥാപനം. ഈ വിശ്വാസം, ഈ പാരമ്പര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. പന്തക്കൊസ്ത സഭയായാലും ദേവസ്വമുല്യക്കര അങ്ങനെയുള്ള ചെറിയ ചെറിയ സഭകൾ നമ്മുടെ സഭയിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ പാരമ്പര്യം എങ്ങനെ ലഭിച്ചത്? സ്ലീഹന്മാർ സുവിശേഷ പ്രഘോഷണം വഴി ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹം, ആദിമസഭയിൽ വിശ്വസിക്കുന്നവരാണ് ഇപ്പോൾ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആദിമസഭയിൽ വിശ്വസിക്കുന്നവരാണ് ഐക്യത്തിൽ വരുന്നത്, അല്ലേ? മിശിഹ തൻ്റെ സഭയ്ക്ക് രൂപം കൊടുത്തത് ആത്മാവിനാൽ നയിക്കപ്പെട്ട സ്ലീഹന്മാരിലൂടെയാണ്. സ്ലീഹന്മാരുടെ അടിസ്ഥാനത്തിൽ ഈശോ സഭ സ്ഥാപിച്ചു. ഈ സഭ ഒരു കൂട്ടായ്മയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ശ്ലൈഹിക കൂട്ടായ്മ ആവശ്യമാണ്. എന്താണ് ശ്ലൈഹിക കൂട്ടായ്മ? സ്ലീഹന്മാരുടെ പിൻഗാമികളാൽ മാർപ്പാപ്പ, മെത്രാന്മാർ അവരോടുകൂടി സഭാമക്കൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് ശ്ലൈഹിക കൂട്ടായ്മ വരുന്നത്. അങ്ങനെയാണ് ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ച് ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരേ മക്കൾ ശ്ലൈഹിക കൂട്ടായ്മയായിട്ട് മാറുന്നു, സഭയിലെ അംഗങ്ങളായിട്ട് മാറുന്നു, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് വേണ്ടത് ഐക്യത്തോടെ നിലനിൽക്കാൻ. വിശ്വാസത്തിലുള്ള ഐക്യം, കൂദാശകളിലുള്ള ഐക്യം, ശ്ലൈഹികപരമായ ഐക്യം. നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? സഭ എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടു? നമ്മളെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മയിലേക്ക് ഈശോ സ്ലീഹന്മാരുടെ അടിസ്ഥാനത്തിൽ സഭ സ്ഥാപിച്ചു. ഇനി ആ കൂട്ടായ്മ നിലനിൽക്കാൻ വേണ്ടി 3 കാര്യങ്ങളാണ് വേണ്ടത്. വിശ്വാസപരമായ ഐക്യം, കൂദാശകളിലുള്ള ഐക്യം, ശ്ലൈഹികപരമായ ഐക്യം, അല്ലേ? വിശ്വാസപരമായ ഐക്യം കണ്ടു. വിശ്വാസപരമായ ഐക്യം എന്തിൻ്റെയും അടിസ്ഥാനം വിശ്വാസമാണ്.
എന്തിൻ്റെയും അടിസ്ഥാനം വിശ്വാസമാണ്. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹം, അതാണ് വേണ്ടത്. പിന്നെ കൂദാശകളിലുള്ള ഐക്യം. കൂദാശകളിലുള്ള ഐക്യം പ്രധാനമായും കാണുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് നാം ഓരോരുത്തരും ഐക്യപ്പെടുന്നത്. വിശുദ്ധ കുർബാന വഴി ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ച്, പലതായി കിടക്കുന്ന മനുഷ്യമക്കൾ ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ച് ഐക്യപ്പെടുന്നു. പിന്നീട് ശ്ലൈഹികപരമായ ഐക്യം. ശ്ലൈഹികപരമായ ഐക്യത്തിൽ ഒരേ നേതൃത്വ നിര, പല സമൂഹങ്ങളായാലും ഒരൊറ്റ നേതൃത്വ നിരയിൽ വരുമ്പോൾ അവർ ഒന്നിച്ചു ചേർക്കപ്പെടുന്നു. അങ്ങനെ ശ്ലൈഹിക കൂട്ടായ്മയിലൂടെ ഒരേ വിശ്വാസവും ഒരേ കൂദാശയും വഴി അവർ ഓരോരുത്തരും ഐക്യപ്പെടുന്നു. ടീച്ചർ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കഥ പറയാം. ഒരു പറ്റം ആട്ടിൻ കുട്ടികൾ മേയാൻ വേണ്ടി കാട്ടിലോട്ട് പോയി. കാട്ടിൽ സിംഹമുണ്ട്, കാട്ടിൽ പലതരം ജന്തുക്കളുണ്ട്, ഇവയെ ഭക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന പലതരം ജന്തുക്കളുണ്ട് അല്ലേ. അതുവഴി ഒരു ചെന്നായി വന്നു. ഇവർ കൂട്ടമായിട്ടാണ് നിന്ന് മേയുന്നത്. അതുവഴി ഒരു ചെന്നായി വന്നു. അപ്പോൾ ചെന്നായിക്ക് ഇവരെ കൂട്ടമായി നിൽക്കുന്നത് കൊണ്ട് ആക്രമിക്കാൻ വയ്യ. കാരണം എന്തായാലും ചെന്നായിക്ക് ആക്രമിക്കാൻ പറ്റില്ല, അവർ കൂട്ടത്തോടെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ കുറുക്കൻ്റെ സഹായത്തോടുകൂടി ഈ ആട്ടിൻകുട്ടികളെ ഒറ്റയ്ക്കാക്കാൻ ചെന്നായി തീരുമാനിച്ചു. അതിനുവേണ്ടി ചെന്നായി കുറുക്കൻ്റെ അടുത്ത് വന്നു. കുറുക്കൻ ആട്ടിൻകുട്ടികളുടെ അടുത്ത് ചെന്ന് ഓരോരുത്തരോടും ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നീയാണ് സുന്ദരി, നീ ഇതിൽ നിന്ന് പോവുകയാണെങ്കിൽ നിനക്ക് ലാവിഷായിട്ട് ജീവിക്കാം, ഒന്നിനെയും പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, അവരൊക്കെ വളരെ ചീത്ത ആൾക്കാരാണ് നിൻ്റെ കൂടെയുള്ളവർ, അപ്പം നീ എൻ്റെ കൂടെ വരിക. അങ്ങനെ വിശ്വസിച്ച ഒരു ആട്ടിൻകുട്ടി ഈ കുറുക്കൻ്റെ കൂടെ പോവുക. പക്ഷേ ഈ ആട്ടിൻകുട്ടിക്ക് എന്ത് സംഭവിച്ചു? ഈ ചെന്നായ് അതിനെ വലിച്ചു കീറി കൊന്നു. അതുപോലെ തന്നെയാണ് നമ്മളെല്ലാം ഒരേ കൂട്ടമായി നിൽക്കുന്നവരാണ്. നമ്മളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വേർപെട്ട് പോവുകയാണെങ്കിൽ അവിടെ അയാളുടെ അന്ത്യമായി അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒന്നിച്ചു നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്, ഒരിക്കലും വേർപെട്ട് പോകാൻ പാടില്ല. പലരും പല വേഷത്തിലും പല ഭാവത്തിലും പല രൂപത്തിലും നമ്മുടെ ഇടയിലേക്ക് വരും. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഐക്യം വേണം. ഐക്യത്തോടെ നിന്നാൽ മാത്രമാണ് നമുക്കിതിനെല്ലാം തരണം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ഒരേ ഐക്യത്തിൽ ജീവിക്കാൻ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനു മുന്നേ ടീച്ചർ ഒരു ചെറിയ ആക്ടിവിറ്റി തരാം. ചെറിയ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ടീച്ചർ പറഞ്ഞു, കുടുംബത്തിൽ ഒരു കുടുംബമായിട്ടെടുത്താൽ കുടുംബത്തിൽ വിശ്വാസം വേണം. ഒരു കുടുംബം എപ്പോഴും ഒരു കൂട്ടായ്മയായിട്ട് മാറണം അല്ലേ. ഈ കൂട്ടായ്മയായിട്ട് മാറാൻ കുടുംബത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബം ഒരു കൂട്ടായ്മയിൽ നിലനിൽക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണം? കുറഞ്ഞത് ഒരു 5 സെൻറ്റൻസിലെങ്കിലും നിങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് കൊടുക്കുക. ഒരു കുടുംബം കൂട്ടായ്മയിൽ നിലനിന്ന് പോകാൻ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് അല്ലേ? ഒന്ന് ചിന്തിച്ച് എഴുതി കൊടുക്കുക. ഇപ്പോൾ സഭ ഒരു കൂട്ടായ്മയിൽ നിന്ന് പോകാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണം? വിശ്വാസപരമായ ഐക്യം വേണം, കൂദാശകളിലുള്ള ഐക്യം വേണം, ശ്ലൈഹികപരമായ ഐക്യം വേണം അല്ലേ. അതുപോലെ ഒരു കുടുംബം ഒരു കൂട്ടായ്മയിൽ നിന്ന് പോകാൻ, കുടുംബം കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ആ കുടുംബം ചിന്ന ഭിന്നമാകും, ഒരിക്കലും അതിനെ നമുക്ക് ഒന്നിച്ചു ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കുടുംബം കൂട്ടായ്മയിൽ നിന്ന് പോകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് ചിന്തിച്ച് എഴുതി നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഏൽപ്പിക്കുക. മനഃപ്പാഠമാക്കാൻ ഒരു തിരുവചനം. വചനങ്ങൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കേണ്ടവയാണ്. അപ്പോൾ ഇതും പഠിക്കുക. എഫേസോസ് 3:17 വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളിൽ വസിക്കണമെന്നും സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടെ പറയാം. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നും സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊള്ളുന്നു. സഭ ഒരു ഐക്യത്തിൽ ജീവിക്കാൻ, സഭാമക്കളെല്ലാവരും, നിങ്ങളും സഭാമക്കളിൽ പെടുന്നവരാണ്, സഭാമക്കളെല്ലാവരും ഐക്യത്തോടെ ജീവിക്കാൻ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.